പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ കൃപ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് കൃപ കൺമണിയെ ചെന്ന് കണ്ട് ചോദ്യം ചെയ്തിരിക്കുകയാണ്. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവുകയില്ല കൺമണി എന്ന് കൃപ തുറന്നു പറയുകയും നമ്മൾ ഇത്തിരി കൂടി സീരിയസ് ആകണമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല, രാജിവെക്കാൻ പോകുന്നതിൻ്റെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് രാജിവെക്കുന്നത് എൻ്റെ കുടുംബപരമായ കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് കൃപയോട്. ഇതോടെ എന്ത് പ്രശ്നമാണ് ഉള്ളത് എന്ന് എന്നോട് പറയണം. നീ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് എന്ത് പ്രശ്നമുണ്ടായാലും അത് സോൾവ് ചെയ്തു തരേണ്ട കടമ ഞങ്ങൾക്ക് കൂടി ഉള്ളതാണ്. അത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇനി ഈ കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്ത് പ്രശ്നമാണ് ഉണ്ടായത് എന്നോട് പറയൂ, ഞാൻ കേൾക്കട്ടെ. ഇതോടെ എങ്ങനെയാണ് അത് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോകുന്ന കൺമണി കാര്യങ്ങൾ പറയാൻ സാധിക്കാതെ നിന്നു പോവുകയും അത് പിന്നെ എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതോടെ ഞാനൊരു കാര്യം പറയാം കൺമണിയെ വിട്ടുകളയാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. സാമ്പത്തികമായിട്ടാണ് വല്ല പ്രോബ്ലം എങ്കിൽ അത് ഞങ്ങൾ സഹായിച്ച് മാറ്റിത്തരാം. അല്ലാതെ കൺമണി ഇവിടെ നിന്ന് റിസൈൻ ചെയ്തു പോകേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൺമണി എൻ്റെ ചേച്ചിയെ പോലെയാണ്. അത്രയധികം ഇഷ്ടമാണ് എനിക്ക് കൺമണിയെ. അതുകൊണ്ട് തന്നെ കൺമണിയെ വിട്ടുകളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളുടെ കൂടെ തന്നെ കൺമണി വേണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് കേൾക്കുന്ന കൺമണി അത് സാധിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നു. ഇതോടെ കൃപ കൺമണിയുടെ രാജികത്ത് എടുത്ത് കീറിക്കളയുകയാണ്. ഞാൻ ഇതിന് അനുവദിക്കുകയില്ല. എൻ്റെ കൂടെ തന്നെ കൺമണി ഇവിടെ വേണം. എനിക്കത് നിർബന്ധമുള്ള കാര്യമാണ്. ഞാൻ എന്തായാലും ഈ കാര്യം മറ്റാരോടും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ കൺമണി എനിക്ക് വാക്ക് നൽകണം. കൺമണി ഇവിടെ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യം. ഇതോടെ കൺമണി എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ്. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അത്ര എളുപ്പമാവുകയില്ല എന്ന് കൺമണിക്ക് ഉറപ്പാവുകയും ചെയ്യുന്നു. ഇതോടെ കൃപ കൺമണിയോട് തൻ്റെ മനസ്സിലെ ആഗ്രഹം തുറന്നു പറയാൻ തയ്യാറാവുകയാണ്. കൺമണിയെ എൻ്റെ ഏട്ടത്തിയായി കാണാൻ ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ അപ്പോഴേക്കും അതിനിടയിലാണ് മാനസ കടന്നു വന്നത്. ഒരിക്കലും മാനസ ചേച്ചി ചേട്ടന് യോജിച്ചൊരു പെൺകുട്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത്. വീട്ടിൽ ഞാൻ പറയാറുണ്ട് ചേച്ചി തന്നെ മരുമകളായി വന്നാൽ മതിയായിരുന്നുവെന്ന്. പക്ഷേ ഇപ്പോൾ അതിന് സാധിക്കുകയില്ല എന്നുള്ള ഘട്ടം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം വിട്ടുകളയാൻ തയ്യാറാകുന്നത്. ഇത് കേട്ടതിനെ തുടർന്ന് കൺമണിയാകെ പകച്ചു പോകുന്നു. ഇതോടെ കൺമണിയോട് ഞാൻ ഒരു തവണ കൂടി പറയുകയാണ്, ഈ ഡിസിഷനെ പറ്റി കൺമണി ഒന്നുകൂടി ആലോചിച്ച് വേണം തീരുമാനമെടുക്കാനെന്ന്. എടുത്തു ചാടി ഒരിക്കലും ഈ തീരുമാനം എടുക്കരുത്. കാരണം കൺമണിയെ അത്രയധികം ഇഷ്ടപ്പെടുന്നതാണ് ഞങ്ങൾ. കൺമണിയെ നഷ്ടമാക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്നത് തന്നെയാണ് സത്യം. ഞാനത് മറച്ചു വെക്കാൻ തയ്യാറല്ല. കൺമണി എന്തായാലും ആലോചിച്ച് ഒരു തീരുമാനം എടുക്കൂ എന്ന് മാത്രമാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. ഇതും പറഞ്ഞ് അവിടെ നിന്ന് പോയിരിക്കുകയാണ് കൃപ. പക്ഷേ ഇതേ സമയം സുപ്രധാനമായ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് ബലരാമൻ. എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് അടുത്ത തിരിച്ചടി കൊടുക്കണം. അതിനായി ആദ്യം ചെയ്യേണ്ടത് കൃപയെ ട്രാപ്പിലാക്കുക എന്നതാണ്. കൃപയെ വേദനിപ്പിച്ചാൽ അവർക്കും വേദനിക്കും. കാരണം കൃപ അവരുടെ കണ്ണിലുണ്ണിയല്ലേ എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്നു.
ഇതേ തുടർന്നാണ് കൃപയ്ക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്നത്. അപ്രതീക്ഷിതമായ ഈ വാർത്ത അറിയുന്നത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ എല്ലാവരും പകച്ചു പോകുന്നു. ഇതോടെ ഇതിനു പിന്നിൽ ആരാണ് കളിച്ചത് എന്ന് കണ്ടെത്താനുള്ള ശ്രമവുമായി മുന്നിലേക്ക് പോകാനാണ് അവർ തീരുമാനമെടുക്കുന്നത്. ഇതിനിടയിൽ കൃഷ് ചില സത്യങ്ങൾ മനസ്സിലാക്കുകയാണ്. ബലരാമൻ എല്ലാവരുടെയും മുൻപിൽ നന്നായി ആക്ട് ചെയ്യുകയാണ്. അയാളുടെ മനസ്സിൽ പക മാത്രമാണ് ഉള്ളത് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ബലരാമനെ സൂക്ഷിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന കൃഷ് തിരിച്ചടി കൊടുക്കണം എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ്. ഇതോടെ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയും ചെയ്യുന്നു. കാര്യങ്ങൾ മറ്റൊരു വഴിത്തിരിവിലേക്ക് എത്തിയതിനെ തുടർന്ന് കൃഷ് ബലരാമനെ ചെന്ന് കണ്ട് ഭീഷണി മുഴക്കുന്നതിന് തയ്യാറായിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം കണക്കുകൂട്ടലുകൾ ബലരാമന്റെ തെറ്റിക്കുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.